കലാമണ്ഡലം ഗോപി ആശാന്റെ വിഷയം നിങ്ങൾ കൊണ്ടുവന്നു. അദ്ദേഹം തന്നെ പൊളിച്ചടുക്കിയില്ലേ? സ്റ്റിച്ചിടാൻ പറ്റാത്ത പരുവത്തിൽ കീറി തന്നില്ലേ? ഇത് ദൈവമുണ്ട്, സത്യം പുറത്തു വരും. ഇല്ല, അതെനിക്കറിയത്തില്ല. ഞാൻ അവിടെ ഉണ്ടായിട്ടില്ല. ഞാൻ അതിനെ ഇങ്ങനെ കാണുന്നുള്ളൂ. ഞാൻ മെനിഞ്ഞാന്നത് മണലൂരുണ്ടായപ്പോൾ ഞാൻ പറഞ്ഞു, ചില ആൾക്കാർ ലിസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവരെ നശിപ്പിച്ചില്ലെങ്കിൽ ഈ പാർട്ടിക്ക് അവരെ കൊണ്ട് ഗുണമുണ്ടായി, മുന്നേറ്റമുണ്ടാവും. അപ്പോൾ ആ വ്യക്തികളെ ഹത്യ ചെയ്ത് ഇല്ലാതാക്കുക. ഞാൻ ഫ്രം ഡേ വൺ, ഞാൻ വന്ന് ഇറങ്ങിയപ്പോൾ മുതൽ എന്തൊക്കെയാണ് പറഞ്ഞത്, എന്തൊക്കെ വിഷയങ്ങൾ കൊണ്ടുവന്നു. കലാമണ്ഡലം ഗോപി ആശാന്റെ വിഷയം നിങ്ങൾ കൊണ്ടുവന്നു. അദ്ദേഹം തന്നെ പൊളിച്ചടുക്കിയില്ലേ? സ്റ്റിച്ചിടാൻ പറ്റാത്ത പരുവത്തിൽ കീറി തന്നില്ലേ? ഇത് ദൈവമുണ്ട്, സത്യം പുറത്തു വരും. അന്നേരം വരട്ടെ. പിന്നെ ജയിച്ച് കയറി പോകുന്നു എന്ന് പറയുന്ന ഭയപ്പാട് വരുമ്പോൾ ഒന്ന് എങ്ങനെങ്കിലും ഒഴിവാക്കിയെടുക്കണം. എനിക്കെതിരെ എത്ര പെറ്റീഷന് കളക്ടർക്ക് പോയത്? അതെല്ലാം തരണം ചെയ്ത് എൻ്റെ റിസൾട്ട് പോലും ആ കളക്ടർ അനൗൺസ് ചെയ്തെങ്കിൽ ഇപ്പോഴും കോടതി പോവുമല്ലേ? അപ്പോൾ ഇപ്പം ശോഭ ജയിച്ച് വന്നു കഴിഞ്ഞ് MLA ആയിട്ട് മര്യാദയ്ക്ക് ഇരിക്കാൻ സമ്മതിക്കരുത്. അന്നും കോടതി പോകാൻ വേണ്ടി ഇപ്പോഴേ ഒരു തുണ്ട് അവിടെ എഴുതി വെക്കുക. അത്രയേ ഉള്ളൂ. ഇത് ഒരു തുണ്ട് മാത്രമാണിത്. തുണ്ടെന്ന് പറയുമ്പോൾ എല്ലാ അർത്ഥത്തിലും നിങ്ങൾ എടുത്തോളൂ. ഈ വിവാദങ്ങളൊന്നും തിരിച്ചടിയാവില്ല ഈ തെരഞ്ഞെടുപ്പ്. ജനങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞു എന്ന്. ആ നിശ്ചയത്തിൽ നിന്നൊന്നും നിങ്ങളുടെ ഈ ചെപ്പടി വിദ്യയും മറ്റേ അവർ പറയുന്ന പോലെ എന്താ പൊറോട്ട നാടകമോ അതൊന്നും കേൾക്കത്തില്ല.